പിതാവിന്റെ ആജ്ഞയെ തുല്യധർമ്മമായി കണക്കാക്കി രാമൻ ഒരു മടിയുമില്ലാതെ വനവാസം സ്വീകരിക്കുന്നു. അയോധ്യാവാസികൾ ഈ വാർത്ത കേട്ട് ദുഃഖിതരാകുന്നു. സീത രാമന്റെ കൂടെ വനത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുന്നു. നിന്റെ കൂടെ വനയത്തിലേക്ക് ഞാനുമുണ്ട്. നിന്റെ പാത ഏതാണോ അതാണ് എന്റെ പാത. അവളെ വിട്ടുപോകാനാവില്ലെന്ന് മനസ്സിലാക്കി രാമൻ സീതയെ അവളുടേതായ ഇച്ഛയ്ക്കനുസരിച്ച് കൂടെ കൂട്ടാൻ സമ്മതിക്കുന്നു. ലക്ഷ്മണനും ഒരു തരത്തിലും ദുഃഖം കാണിക്കാതെ തന്റെ ജീവിതം രാമന്റെ രക്ഷയ്ക്കായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ രാമൻ, സീത, ലക്ഷ്മണൻ മൂന്നുപേരും അയോധ്യയെ വിടാനൊരുങ്ങുന്നു. രാമൻ നഗരത്തിലൂടെ പുറപ്പെടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വയോധികരും കുഞ്ഞുങ്ങളുമെല്ലാം വീടിന്റെ വാതിലുകളിലും വഴികളിലും ദുഃഖത്തോടെ നിന്നു. രഥം വന്നിരിക്കുന്നു. പക്ഷെ രാമൻ അതിൽ കയറാതെ നടക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ജനങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുന്നു. ദശരഥൻ കഠിന വിഷാദത്തിൽ വീഴുന്നു. രാമനെ കണ്ണിനു മുൻപിൽ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കെത്തുന്നു. ഞാൻ രക്ഷിതാവല്ല, ദാരുണഹൃദയനാണ് എന്നുപോലും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ ഗംഗാനദിക്കടുത്തായി എത്തുന്നു. രാമൻ ഗംഗാനദിക്ക് സമീപമെത്തുമ്പോൾ നിഷാദരാജാവ് ഗുഹൻ രാമനെ ആത്മബന്ധുവായി സ്വീകരിക്കുന്നു. ഗുഹന്റെ സഹായത്തോടെ അവർ ഗംഗ കടക്കുന്നു. രാമന്റെ പുറപ്പെടലോടെ അയോധ്യ മനോവിഷാദം നിറഞ്ഞ ഒരു നഗരമായി മാറുന്നു. രാമന്റെ വനവാസത്തിന്റെ ദിവസങ്ങളിൽ ഭരതൻ കൈകേയിയുടെ അടുത്തെത്തുന്നു. അയോധ്യയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ ഭരതൻ അതിയായി വ്യാകുലനാകുന്നു. പിതാവ് ദശരഥൻ മരണമടഞ്ഞതായി അറിയുന്നു. രാമൻ വനത്തിൽ പോകാൻ നിർബന്ധിതനായതെന്ന് കേട്ട് ആക്രോശിക്കുന്നു. ഇതെല്ലാം കേട്ട് ദുഃഖിതനായ ഭരതന് രാജ്യഭരണം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാമന്റെ പാദരത്തിൽ ജീവിക്കുന്ന ദാസനാണ്, സിംഹാസനം എനിക്കല്ല. അതിനാൽ അയാൾ രാമനെ തിരികെ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്താനായി വനത്തിലേക്ക് യാത്ര തിരിക്കുന്നു. രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർ ചിത്രകൂട പർവ്വതത്തിലെത്തുന്നു. ചിത്രകൂടത്തിൽ സുന്ദരമായ ഒരാശ്രമം അവർ ഒരുക്കുന്നു. അങ്ങനെ ചിത്രകൂടം ഒരുതരം വനാശ്രമമായി മാറുന്നു. ആത്മീയതയും ആത്മതൃപ്തിയുമെല്ലാം നിറഞ്ഞ ഭരതനും മന്ത്രിമാരും ഗുഹനിലൂടെ യാത്ര ചെയ്ത് ചിത്രകൂടത്തിലെത്തുന്നു. രാമനെ സന്ദർശിച്ച് രാജ്യമേറ്റെടുക്കണമെന്ന് കണ്ണീർമിഴികളോടെ അപേക്ഷിക്കുന്നു. രാമൻ ഭരതനോട് പറയുന്നു, ഞാൻ പിതാവിന് നൽകിയ വാക്ക് പാലിക്കാതെ രാജ്യം ഭരിക്കാൻ കഴിയില്ല. നീ അതിനൊത്തവനാണ്. രാമന്റെ ധർമ്മനിഷ്ഠയ്ക്ക് ഭരതനും സഹോദരന്മാരും അഭിമാനത്തോടെ ആദരവ് പറഞ്ഞു. രാമൻ തന്റെ പാദുകങ്ങൾ ഭരതന് നൽകുന്നു. ഭരതൻ രാമന്റെ പാദുകങ്ങൾ പാദുക പട്ടാഭിഷേകം നടത്തി. അങ്ങനെ രാമന്റെ പ്രതിനിധിയായി ഭരതൻ ഭരണമനുഷ്ഠിക്കുന്നു. അയോധ്യയിലേക്ക് തിരിച്ചുചെന്ന ഭരതൻ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്തില്ല. രാജകീയ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. ഒരു ചെറിയ കുടീരത്തിൽ നിസ്വാർത്ഥ ജീവിതം നടത്തി 14 വർഷം കാത്തിരിക്കുന്നു.